നികുതിയൊന്നും നൽകാതെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എത്ര പണം നിക്ഷേപിക്കാം? നികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലെ ആകെ നിക്ഷേപങ്ങളോ പിൻവലിക്കലുകളോ 10 ലക്ഷം കവിയാൻ പാടില്ല. റിപ്പോർട്ട് കാണാം. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ഇടപാടിലൂടെയോ അല്ലെങ്കിൽ പല ഇടപാടുകളിലൂടെയോ ഒരു ദിവസം 2 ലക്ഷത്തിൽ കൂടുതൽ പണം സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ കഴിയില്ല. ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ സേവിങ്സ് അക്കൗണ്ടുകളിലെയും മൊത്തം നിക്ഷേപം 10 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇത് ബാങ്കുകൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. അതിനി പല അക്കൗണ്ടുകളിലാണെങ്കിൽ പോലും ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു വ്യക്തി 10 ലക്ഷത്തിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ അത് ഉയർന്ന മൂല്യമുള്ള ഇടപാടായാണ് കണക്കാക്കുക. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 114B പ്രകാരം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം ഇടപാടുകളെ കുറിച്ച് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം. മാത്രവുമല്ല, ഒരു ദിവസത്തെ നിക്ഷേപം 50,000 കവിയുന്നുവെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ ഇല്ലെങ്കിൽ പകരം ഫോം 60 അല്ലെങ്കിൽ 61 സമർപ്പിക്കേണ്ടതുണ്ട്. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നടന്നാൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചേക്കാം. ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പലർക്കും അറിയില്ല. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നത്.